ഭയങ്കര ഗ്ലാമർ അല്ലേ കാണാൻ. ഇവർക്കൊക്കെ ഒരു സുന്ദരനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചൂടെ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവർ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാ. അല്ല, എന്നാലും അവിടെ ഇരുന്നോ, ഞാൻ പോവാ. ഇപ്പൊ ശരിയാക്കി തരാം. തിരക്കാണോ കന്യാസ്ത്രീ? എന്നാ, എന്തെങ്കിലും പണി തരാനാണോ? അല്ലടോ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഉടായിപ്പാണെന്ന്. ആണെങ്കിൽ ഇപ്പൊ എന്താ, ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാ മതി, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. ചോദിക്ക. നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ആഹാ, നല്ല ചോദ്യം. ഇതാണ് ഇത്ര സമയം ആലോചിച്ചോണ്ടിരുന്നത്. നിനക്ക് ഒരു പണിയൊന്നുമില്ലല്ലേ? ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാനൊരു പണി തരാം. ഒരു കവിത എഴുത. തലക്കെട്ട് എന്റെ മണ്ടത്തരങ്ങൾ. പോട്ടെ. എന്റെ അമ്മേ, ഇതേ പിന്നെയും വരുന്നു. നീ എന്താ ഈ വഴിക്ക്? ഇന്ന് പേരപ്പന്റെ വീട്ടിലേക്കാ. അമ്മായി കിട്ടും വയ്യ. ഓ വാ. ഞാൻ രാവിലെ ഒരു കാര്യം ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഏത് കാര്യം? എന്നാ മറവയാ, ഞാൻ ചോദിച്ചില്ലേ നിങ്ങൾ ആരെല്ലാം പ്രണയിച്ചിട്ടുണ്ടോന്ന്? ഉണ്ട്. ശരിക്കും? ആരാ എപ്പോഴാ പ്രപ്പോസ് ചെയ്തേ? ഹൈസ്കൂളാണോ? ഹൈസ്കൂൾ. ഓ, പറ ബാക്കി പറ പ്ലീസ്. ഇങ്ങോട്ടാണോ പ്രപ്പോസ് ചെയ്തേ? എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാനത്ര സീരിയസ് ആക്കിയില്ല. പിന്നെ എല്ലാ ദിവസവും ഞാൻ പോകുന്നിടത്തൊക്കെ പുള്ളി ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ഇത്ര ജാട കാണിച്ചു, പിന്നെ തോന്നി പാവമാണെന്ന്. എനിക്ക് എന്താവശ്യം വന്നാലും പുള്ളിയുണ്ട്. എന്നോട് സംസാരിക്കാനും എൻ്റെ അടുത്തിരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾക്ക്. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ആളായിരുന്നു. എന്തൊരു ക്രൂരിയാ നിങ്ങള്. ഇത്രയും സ്നേഹിച്ച ആളോട് ജീവിക്കാതെ എന്തിനാ വെറുതെ ഒരു കന്യാസ്ത്രീയെ ജീവിക്കുന്നത്? ആളിപ്പോ എവിടെയുണ്ട് അറിയോ? ആള് ഈ നാട്ടിലുണ്ട്. എവിടെ? കാണണോ? കാണണം. വാ. ഇതെന്താ ഇവിടെ? നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ പറഞ്ഞില്ലേ ഞാൻ ഭയങ്കര ക്രൂരയാണെന്ന്, മനുഷ്യത്വമില്ലെന്ന്. എന്നെ ആദ്യം സ്നേഹിച്ച ആ പുള്ളിക്കാരന്റെ കൂടെയാ ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. എന്താ? ദേ, ആ സക്രാരിയിരിക്കുന്ന ആളെ കണ്ടോ? ആ ആളാണ് എന്നെ ആദ്യം പ്രപ്പോസ് ചെയ്തത്. അതെ, അവിടെ നിന്നേ. എന്താ എന്നെ കളിയാക്ക? സത്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ലോകത്തിൽ എന്തെല്ലാം നിങ്ങൾക്ക് നേടാമായിരുന്നു, പിന്നെ എന്തിനാ ഈ ഈശോയോടെ ഇത്രയും സ്നേഹം തോന്നാൻ എന്താ കാര്യം? അതിനു മാത്രം സുന്ദരനാണോ ഈ ഈശോ? നീ ചോദിച്ചില്ലേ ഏതെങ്കിലും സുന്ദരൻ പയ്യനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചൂടെ എന്ന്? ഒന്ന് ചോദിക്കട്ടെ, നീ പറഞ്ഞ സുന്ദരൻ പയ്യന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുമോ? മരിച്ചവരെ ഉയർപ്പിക്കാൻ സാധിക്കുമോ? വിശക്കുന്നവരെയും വേദനിക്കുന്നവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കുമോ? നിന്നോടുള്ള സ്നേഹം കാണിക്കാൻ കുരിശിൽ മരിക്കാൻ തയ്യാറാകുമോ? സാധിക്കില്ല. പക്ഷേ എൻ്റെ ഈശോയ്ക്ക് സാധിക്കും. ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയും ആഗ്രഹിക്കുന്ന പോലെയും നമ്മളെ സ്നേഹിക്കാൻ വേറെ ആർക്കും കഴിയില്ലടോ. ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. ഇനി പറ, ഇതിലും നല്ലൊരു സുന്ദരനെ നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇനി പറ, ഇതിലും നല്ലൊരു സുന്ദരനെ നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇനി പറ, ഇതിലും നല്ലൊരു സുന്ദരനെ നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇനി പറ, ഇതിലും നല്ലൊരു സുന്ദരനെ നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ?
പക്ഷേ ഒരിടത്തും കണ്ടില്ല. വെള്ളവസ്ത്രവും കയ്യിൽ ചെറുമാലയും മുഖത്ത് പുഞ്ചിരിയും ഉള്ളിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ ജ്വാലയുമായി എൻ്റെ മുൻപിലൂടെ നടന്നു നീങ്ങിയ സമർപ്പിതർ ജീവിതം നഷ്ടപ്പെടുത്തുകയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എൻ്റെ ചിന്തകൾ തെറ്റിപ്പോയി. സമർപ്പിതർ നഷ്ടപ്പെടുത്തിയവരല്ല, നേടിയവരാണ്. നസ്രത്തിലെ 33കാരനാണ് അവരുടെ ഹീറോ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരൻ. बुझती नहीं है क्या पास है क्या नशा इस प्यार का मुझ पे सनम. സിസ്റ്റർ പറഞ്ഞത് ശരിയാ. ഈശോയേക്കാൾ നല്ലൊരു സുന്ദരനെ എനിക്ക് കണ്ടെത്താനായില്ല. ആർക്കും ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല. क्या करो भाई कुछ कुछ होता है क्या करो भाई कुछ कुछ होता है तुम पास